നമുക്കെല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ്. കുഞ്ഞുങ്ങളെ സ്നേഹിക്കാത്തവരായി ഈ ലോകത്തിൽ ആരും തന്നെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ ചിരിയും കളിയും ബഹളവും ഒക്കെ നമ്മൾ നന്നായി ആസ്വദിക്കാറുണ്ട്. എത്ര ദേഷ്യപ്പെട്ടിരിക്കുന്ന ആൾക്കാരായാലും അവരുടെ ആ മുഖം ഒന്ന് കണ്ടു കഴിയുമ്പോൾ ഒന്ന് തണുത്തു പോവും, ഒന്ന് അലിഞ്ഞു പോവും. അതെന്തുകൊണ്ടാണെന്നോ? കുഞ്ഞുങ്ങൾക്ക് അത്രമാത്രം വിശുദ്ധിയുണ്ട്. വളരെ നിഷ്കളങ്കമായാണ് ഓരോ കുഞ്ഞുങ്ങളും സ്നേഹിക്കുന്നത്. നമ്മൾ നമ്മുടെ ചെറുപ്പത്തിലെ പടമൊന്നെടുത്ത് മറച്ചു നോക്കുമ്പോൾ നമ്മൾ തന്നെ ഒന്ന് നോക്കി പറഞ്ഞു പോവും, ഓ എന്ത് ഭംഗിയായിരുന്നു എന്നെ കാണാൻ, എത്ര നിഷ്കളങ്കമായിരുന്നു മുഖമായിരുന്നു എൻ്റേത്. പ്രിയപ്പെട്ടവരെ, ബാല്യം മുതൽ വിശുദ്ധിയിൽ ജീവിച്ച് മരണം വരെ വിശുദ്ധി കാത്തു സൂക്ഷിച്ച ഒരു ഫ്രാൻസിസ്കൻ വിശുദ്ധയാണ് വിശുദ്ധ ക്ലാര. വിശുദ്ധ ക്ലാരയെക്കുറിച്ച് അല്പമൊന്ന് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1194 ജൂലൈ 16 ഇറ്റലിയിലെ അസീസിയിലെ ഒഫ്രദിഷിയോ പ്രഭു കുടുംബത്തിലാണ് കുഞ്ഞു ക്ലാര ജനിച്ചത്. മയോറസ് വിഭാഗത്തിൽപ്പെട്ടവളായിരുന്നു ക്ലാര. മയോറസ് എന്നാൽ ഉന്നത കുലജാതി എന്നാണ് അർത്ഥം. ഓർത്തലോനെയും ഫെവറിനെയുമായിരുന്നു വിശുദ്ധ ക്ലാരയുടെ മാതാപിതാക്കൾ. ഇന്ന് വിശുദ്ധ എന്ന് അറിയപ്പെടുന്ന വിശുദ്ധ ആഗ്നസും ബിയാട്രീസും ക്ലാരയുടെ സഹോദരിമാരാണ്. വിശുദ്ധ നാട്ടിലേക്കുള്ള തീർത്ഥാടനത്തിനിടയിൽ ഓർത്തലോനയ്ക്ക് ഒരു ദൈവിക സ്വരം കേൾക്കുകയുണ്ടായി. ഈ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന ഒരു പ്രകാശഗോളത്തെ നീ പ്രസവിക്കുമെന്ന്. അവൾ അതിൽ വിശ്വസിച്ചു. അങ്ങനെ അവർക്ക് ഒരു ഓമന കുഞ്ഞ് ജനിച്ചു. പ്രകാശമുള്ളവൾ എന്നർത്ഥമുള്ള ക്ലാര എന്ന് അവർ ആ കുഞ്ഞിന് പേരിട്ടു. പേര് പോലെ തന്നെ അവൾ സുന്ദരിയായിരുന്നു. ബാല്യം മുതലേ ക്ലാര പ്രാർത്ഥനയിൽ വളരെ ആഴപ്പെട്ടാണ് വളർന്നു വന്നത്. അമ്മയിൽ നിന്നാണ് ക്ലാര പ്രാർത്ഥിക്കാൻ പഠിച്ചിരുന്നത്. ദരിദ്രരോടും പാവപ്പെട്ടവരോടും ക്ലാരയ്ക്ക് അതിരറ്റ അനുകമ്പയുണ്ടായിരുന്നു. അവൾക്ക് ലഭിച്ചിരുന്ന ഭക്ഷണത്തിലെ അല്പം ദരിദ്രർക്ക് വേണ്ടി അവൾ മാറ്റിവെച്ചിരുന്നു. ഈ കുഞ്ഞു ക്ലാരയുടെ ഫോക്കസ് എന്ന് പറയുന്നത് ഈശോയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഫോക്കസ് എവിടെയാണ്? നമുക്കൊന്ന് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം, നിന്റെ ഫോക്കസ് എവിടെയാണെന്ന്. ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ നല്ല പുസ്തകങ്ങൾ കൊടുക്കുന്നതിന് പകരം ഇന്ന് അവരുടെ കയ്യിൽ മൊബൈൽ ഫോണുകളാണ്. അതിൽ വാട്സപ്പും ഇൻസ്റ്റഗ്രാമും അങ്ങനെ പലതരത്തിൽ ചാറ്റിങ്ങിലൂടെ അവർ ചീറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ജീവിതം മൊത്തത്തിൽ ചീറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കും വിശുദ്ധിയിലേക്ക് വളരാൻ പരിശ്രമിക്കാം. നീ വിശുദ്ധയായാൽ നിന്റെ ചുറ്റുമുള്ളവരും വിശുദ്ധരാകുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ ഇരുണ്ട കാലഘട്ടത്തിൽ നമുക്കും പ്രകാശമുള്ളവരായി മാറാം. വിശുദ്ധിയോടെ ജീവിച്ച് പ്രകാശമുള്ളവരായി മാറാം. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും. അതിനായി വിശുദ്ധ ക്ലാരയുടെ മാധ്യസ്ഥം യാചിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.